അനുവിന്റെ ഒറ്റപ്പെടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ അതേ ഒറ്റപ്പെടാതെ തന്നെ ആദിലെ നൂറയായിട്ട് ഭയങ്കര തർക്കത്തിലാണ് കേട്ടോ. അപ്പൊ ആദിലെ നൂറയും പറയുന്നുണ്ട് ഇപ്പോഴും അനുവിന് ഒരു മാറ്റവും ഇല്ല, ഒരു കാര്യം സമ്മതിച്ചും തരുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവൾ അനീഷിന്റെ കാര്യം വന്നപ്പോൾ ഈ നമ്മൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചത്, അല്ലായിരുന്നെങ്കിൽ ഈ അനു നമ്മളോട് മിണ്ടാനൊന്നും പോകുന്നില്ല എന്ന് ആദിലയും നൂറെ പരസ്പരം പറയുകയാണ്. അതെ, അയ്യോ അയ്യോ, നമുക്ക് എന്തൊക്കെ നടന്നു എന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിക്കകത്ത് ഈ മറ്റേ സാബുമോൻ്റെ കുംഫു അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ. ഇവിടെ അനു ഇവിടെ ഈ അനീഷിൻ്റെ കാര്യം വന്നതുകൊണ്ട് തന്നെ അനീഷ് ഗെയിം കളിച്ചതായിരിക്കും. സത്യം പറഞ്ഞാൽ അനീഷ് കാരണം അനുവിൻ്റെ ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ അങ്ങ് മാറി കേട്ടോ. എല്ലാം അങ്ങ് പൊളിച്ചു കൊടുത്തു, ഒന്ന് പൊളിഞ്ഞു പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടിപ്പം അനീഷ് അങ്ങനെ മിണ്ടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, മിണ്ടിയിട്ടില്ല. അവിടെ ആ നിപ്പ് തന്നെയാണ് കിച്ചണിൽ. ഇപ്പം നമ്മുടെ നിവിൻ്റെ കൂടെ നിവിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നിൽക്കുന്നത്. നിവിൻ അവിടെ കിച്ചണിൽ ജോലി ചെയ്യുന്നുണ്ട്. അനു അവിടെ കിടന്ന് ഭയങ്കരമായ വാക്ക് തർക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരുമായിട്ട്, ആദിലയും നൂറയായിട്ട്. ഇവരുടെ പിണക്കത്തിൻ്റെ കാര്യം പറഞ്ഞ് വാക്ക് തർക്കം നടക്കുകയാണ്. അപ്പം ആദിലയും നൂറെ പറഞ്ഞിട്ട് എൻ്റെ ക്യാപ്റ്റൻസി ആയിരുന്നു നീ കാണിച്ചപ്പം അനു ഇവിടെ ഒരു കാര്യം സമ്മതിച്ചില്ല. അതാണ് അനുവിൻ്റെ ഒരു പ്രത്യേകത. അനുവിനെല്ലാം ചെയ്യാൻ അറിയാം, സമ്മതിച്ചു. അനു ആ വീട് മൊത്തം വൃത്തിയാക്കാൻ അറിയാം, വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യാൻ പറ്റും, വീട്ടിലെ എല്ലാവരുടെയും തുണി ഒരുമിച്ച് അലക്കാൻ പറ്റും, ഇതൊക്കെ അനുവിന് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇതൊരു വീടാണ്, ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. നമ്മുടെ കൂടെ ഓരോരുത്തരും വരും ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ സഹകരിച്ച് വേണം മുന്നോട്ട് പോകാൻ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് പറ്റുമല്ലോ, എനിക്കും പറ്റും, ഞാൻ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും. ഇപ്പോൾ ബിഗ് ബോസ് വീടാണെങ്കിൽ എനിക്കിപ്പോൾ ആ വീട്ടിലെ എല്ലാവരുടെയും ജോലിയും ചെയ്യാൻ പറ്റും. രാവിലെ പച്ചക്കറി ഉണ്ടാക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും, രാവിലെ ചോറും കറിയും ഒക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. വേണമെങ്കിൽ 11 മണിക്ക് മുന്നേ തന്നെ ഞാൻ ചോറും കറിയും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ തൂത്തുവാറുന്നത് വേണമെങ്കിൽ അത് കഴിഞ്ഞ ശേഷം അതൊക്കെ ഞാൻ തൂത്തുവാരും, എല്ലാം എനിക്കും ചെയ്യാൻ പറ്റും. ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈ വീട്ടിലെ ജോലി ചെയ്ത് ശീലിച്ച ആൾക്കാർക്ക്, നന്നായിട്ട് മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അപ്പോൾ അത് ചെയ്തു വന്ന ഒരാളാണ് അനു, ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല നമ്മൾ എങ്ങനെ ചെയ്യുന്നല്ല, എന്ത് ചെയ്യുന്നതല്ല, നമ്മൾ മറ്റുള്ളവരോട് ചേർന്ന് സഹകരിച്ച് അവരുടെ ഒപ്പം ഒരു കൂട്ടത്തിനൊപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെല്ലാം ചെയ്യും, നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാം ചെയ്യും, നമ്മൾ ആരോടെങ്കിലും വഴക്കിടുവോ? ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ജോലി ചെയ്തേ പറ്റൂ, ഞാൻ ആരോടെങ്കിലും വഴക്കിടും. ഇപ്പോൾ ഷെബീസ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഞാനും കൂടെ ജോലി ചെയ്യും, നമ്മൾ കിടന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ വഴക്കിട്ടിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ ജോലി ചെയ്തേ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടത്തിനൊപ്പം നിന്ന് ജോലി ചെയ്യണം. നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടാവും, അവരുടെ ഒപ്പം സഹകരിച്ച് ജോലി ചെയ്യണം. അവിടെ അനു ഫെയിലിയറായി. എപ്പോഴും കിച്ചണിൽ കയറുമ്പോൾ അവിടെ ഡ്യൂട്ടി ചെയ്യാതെ ഇട്ടിട്ട് പോവുക, അവരെ ഒന്നിച്ച് നിർത്തി ജോലി ചെയ്യിപ്പിക്കാൻ അനുവിന് പറ്റത്തില്ല, സഹകരിപ്പിക്കാൻ പറ്റത്തില്ല, ചേർത്ത് നിർത്തി ജോലി ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. എല്ലാം തനിക്ക് തന്നെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കയറി ആരും വരാൻ പാടില്ല, വിളമ്പണം, മുട്ട പൊരിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതെല്ലാം പുള്ളിക്കാരിക്ക് തന്നെ ചെയ്യണം. അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. അല്ലാണ്ട് പുള്ളിക്കാരിക്ക് ജോലി ചെയ്യാൻ അറിയില്ലെന്നോ അങ്ങനെ ഒന്നും അല്ല, തികഞ്ഞ ഒരു സ്ത്രീ അങ്ങനെയൊന്നും അല്ല ഇവിടെ പറയുന്നത്. എല്ലാം അറിയാം, പക്ഷേ എല്ലാം അറിയാമെങ്കിലും ഇവിടെ നമ്മളത് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ ആൾക്കാരോടുള്ള സഹകരണം വേണം, ആൾക്കാരെ മനസ്സിലാക്കണം, അക്സെപ്റ്റ് ചെയ്യണം, അവരെന്താണെന്ന് ഉൾക്കൊണ്ട് വേണം നമ്മൾ നിൽക്കാൻ. അതാണ് ബിഗ് ബോസ് വീട്. മനസ്സിലായില്ലേ? ഇപ്പം അനു ഇപ്പോൾ പറയുന്നത് അക്ബറിനൊന്നും അറിയത്തില്ല, നിങ്ങൾ ഇവിടം വരെ അക്ബറിനെ നമുക്ക് മാറ്റി നിർത്താം, നിങ്ങൾ ഇവിടം വരെ വന്നത് പി ആറിൻ്റെ കാര്യം പറഞ്ഞ് വഴക്കായി. പി ആറിൻ്റെ കാര്യമാണോ? പി ആറിൻ്റെ ബലത്തിലാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത്, നിങ്ങൾ എല്ലാവരും എത്തിയത് അല്ലല്ലോ. സാബുവിനെ കട്ടി എന്നെ ആൾക്കാർക്ക് അറിയാം. എനിക്ക് പി ആറിന് വലിയ എമൗണ്ട് ചോദിച്ച് വന്ന ആൾക്കാരുണ്ട്, ചെറിയ എമൗണ്ട് ചോദിച്ച് വന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാനതൊന്നും എൻ്റെ ചേച്ചിയാണെങ്കിൽ ഇതൊക്കെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയണത് എനിക്ക് മനസ്സിലാവണില്ല. അവിടെ ആരും ഒരു കാര്യവും പറയലില്ല. അവിടെ ഒരാൾ പോലും ഇങ്ങനെ ഈ വഴക്ക് പറയുമ്പോഴത്തേക്കും സ്വന്തം വീട്ടിലെ കാര്യം അതൊന്നും പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. എൻ്റെ ചേച്ചിക്കൊരു ഡ്രസ്സില്ല, ചേച്ചിയുടെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് ചേച്ചിയാണ് ഇടുന്നത്, 100 ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് ചേച്ചിയാണ് ഇടുന്നത്. പിന്നെ ഞാൻ തോരൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനാണ്, ഉപ്പേരി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനാണ്, ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കും. സാബുമാനാണെങ്കിൽ എപ്പോഴും പ്രോട്ടീൻ കൂടുതൽ വേണം. ആദില അക്ബർ വന്ന് അക്ബറിൻ്റെ ഇടയിൽ വന്ന് ചോദിച്ചപ്പോൾ എന്നെ കറി എടുക്കാൻ നീ സമ്മതിച്ചില്ല, അത് അക്ബറിൻ്റെ കളി. ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെയാണ് തെറ്റുകാർ. അക്ബർ തെറ്റുകാരൻ, ഷാനവാസ് തെറ്റുകാരൻ, ബാക്കി എല്ലാവരും തെറ്റുകാരൻ. അപ്പോൾ അനു അക്ബർ അവിടെ കളിച്ചത് നീ കണ്ടോ? അക്ബർ അവിടെ കളിച്ചു, ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ അവിടെ കിടന്ന് അടികൂടി എന്തിനാണ് ആവശ്യമില്ലാണ്ട്? അപ്പം ഇവിടെ അതിനിടയിൽ കൂടെ നിവിനും അനീഷും കൂടെ അവിടെ നിന്ന് ജോലി ചെയ്യണം. അപ്പം നിവിൻ മുന്നോട്ടുള്ള യാത്രയിൽ ഇത് രണ്ടും ഓപ്പോസിറ്റാണ് കാണിക്കുന്നത് കേട്ടോ, നിവിനെ അനുവിനെയും. നിവിൻ പറയാണ് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് കാണിക്കുന്നുണ്ട്, അത് സിങ്ക് ചെയ്ത് കാണിക്കുക. ഈ പുള്ളിക്കാരി പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അത് ഇത് അങ്ങനെ ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു. അപ്പം നിവിൻ ഇവിടെ പാസ്റ്റ് ഈസ് പാസ്റ്റ്, പണ്ട് എവിടെയായിരുന്നു എന്നല്ല ഇപ്പോൾ എവിടെയാണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പാസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും പറ്റും, പക്ഷെ പ്രസൻറ്റിൽ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ചോദ്യം ചെയ്യാൻ. ഇങ്ങനെ നിവിൻ പറഞ്ഞുകൊണ്ടിരിക്കുക
മനസ്സിലായോ? അപ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, ഞാൻ പണ്ട് അലക്കും തേക്കും മറ്റത് മറിച്ചത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ അനു പറയാണ് ഷാനവാസ് ഇവിടെ വന്ന് ഇരക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഷാനവാസ് പറഞ്ഞില്ലേ, ഷാനവാസ് അനുവിന് എതിരെയല്ലേ സംസാരിച്ചത്. അതായത് നിന്റെ മുന്നിൽ ഫുഡ് കൊണ്ടുവന്ന് ഇരക്കണമടി, അത് ഒറിജിനൽ സ്വഭാവമാണ് പുറത്തുനിന്ന് അയാളുടെ. ഇവിടെ ഇരുന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം എനിക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്, എനിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പം നൂറ പറയാണ് എനിക്ക് ആറ്റുനോറ്റ് കിട്ടിയ ഒരു ക്യാപ്റ്റൻസിയാണ് നീയായിട്ട് വന്ന് മോശമാക്കിയത്. ആര് പറഞ്ഞു ഞാനായിട്ട് മോശമാക്കിയത്? നീ മര്യാദയ്ക്ക് സംസാരിക്കണമായിരുന്നു, നീ എന്തിനാ PR അതൊക്കെ എടുത്തിട്ടത്? അപ്പം നീ ഇറങ്ങിപ്പോയതോ കിച്ചണിൽ നിന്ന്, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല, അതങ്ങ് മാച്ചുകളയാണ്. പുള്ളിക്കാരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അനുവിനെ അവിടെ പ്രേക്ഷകർ കയ്യും നീട്ടി സ്വീകരിക്കും. അനുവിനെ ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടപ്പെടാത്തതുണ്ട്. പക്ഷേ ഇഷ്ടപ്പെടാത്തവർ എന്താണെന്നറിയാമോ? കാരണം അനു ഈ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അനുവിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ പകുതി കാര്യം അല്ലെങ്കിൽ അനുവിൻ്റെ ഭാഗത്തുള്ള മുക്കാൽ പ്രശ്നങ്ങളും മാറും. അപ്പോൾ അനു അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ജോലി ചെയ്യുന്നത് പ്രശ്നമല്ലേ, ഞാൻ വിറക് വെട്ടും, ഞാൻ തേങ്ങ പൊതിക്കും, ഞാൻ ടാപ്പിങ്ങിന് പോയിട്ടുണ്ട്, അറിയോ ഞാൻ റബ്ബർ ടാപ്പിങ്ങിന് പാലെടുത്ത് റബ്ബർ ടാപ്പിങ്ങിന് പോയിട്ടുണ്ട്. അതുപോലെ ഞാൻ ചെയ്യാത്ത ജോലികളില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ റബ്ബർ ടാപ്പിംഗ് ചെയ്തിട്ടുണ്ടോ? അപ്പം നൂറ ഇല്ല ആദില അപ്പോൾ എനിക്ക് വേണമെങ്കിൽ രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് വരെ ഇവിടെ പണിയെടുക്കാം, എനിക്ക് ക്ഷീണമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ നിൽക്കും അറിയാമോ. അപ്പോൾ വെസൽ ഡ്യൂട്ടിയുടെ കാര്യം ഞാൻ പറയാം. ഞാൻ വാശിക്ക് തന്നെയാണ് കഴിവായിരുന്നത്. ഞാൻ രാത്രി കഴിവാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്, മനസ്സിലായില്ലേ? അക്ബറിൻ്റെ കൂടെ ഒന്ന് കഴിവാൻ എനിക്ക് പറ്റത്തില്ല. അക്ബറിന് എനിക്ക് ഇഷ്ടമല്ല. അപ്പം നൂറ ഈച്ച വരുന്നത് വേറൊന്നും കൊണ്ടല്ല മോളെ, ഇവിടെ വേസ്റ്റുകൾ വാരി വെച്ചിട്ടേക്കൊണ്ടാണ്, വെള്ളം കെട്ടിക്കിടന്നുകൊണ്ടാണ് വേസ്റ്റ് വരുന്നത്. അപ്പോൾ ആദില ഈച്ചയുടെ കാര്യം നമുക്കറിയാം, നീ ആദ്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്യും. ഇല്ലില്ല, ഉച്ച വരെ ഉള്ളത് ഞാൻ കഴിവും, അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് കഴിവേണ്ട ആവശ്യമില്ല. പിന്നെ കഴിവേണ്ടത് നിവിനും അക്ബറുമാണ്. നിവിൻ രാത്രി കയറി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവൻ്റെ പാത്രം ഞാനാണ് കഴിവേണ്ടത്, മനസ്സിലായോ? അക്ബർ പറയുന്നത് ഞാൻ ക്യാമറ കാണിക്കാനാണ് കഴിവുന്നതെന്ന്. അങ്ങനെയല്ല, ഞാൻ ഇന്ന് ക്യാമറ കാണിക്കാൻ കഴിവണം, ഞാൻ ഇവിടുത്തെ ജോലി മൊത്തം ചെയ്യാം, ഈ വീട്ടിലെ ജോലി മുഴുവൻ ഞാൻ ചെയ്യാം. അപ്പം നൂറ അയാൾ ക്യാപ്റ്റൻ അല്ലേ, അപ്പോൾ അയാൾ പറയുന്നത് നീ കേൾക്കുന്നില്ല, എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. കണ്ട, എനിക്ക് അയാൾ പകത്ത് വെക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് അയാൾ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. കാര്യം വന്നത് കണ്ടോ പുറത്തേക്ക്, ഇതാണ് കാര്യം. പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ പറയുന്ന ക്യാപ്റ്റൻ പറഞ്ഞ കാര്യം കേൾക്കുന്നത് ഇഷ്ടമല്ല. അയാൾ പാത്രം മാറ്റി വെക്കുന്നത് ഇഷ്ടമല്ല. അയ്യോ, അയാൾ പാത്രം തിരിച്ചു വെക്കുന്നത് ഇഷ്ടമല്ല. ശരിയല്ല അത്. അതെങ്ങനെ നിനക്കറിയാം ശരിയെന്ന്? ശരിയല്ല. അപ്പം അനു അപ്പം അനു പറയാം. അപ്പം ആദില പറയുന്നത് എന്നപ്പോൾ ഈ നിവിൻ ക്യാപ്റ്റൻ ആകുമ്പോൾ അവൻ ഓരോന്ന് നമ്മുടെ അടുത്ത് ഓരോന്ന് ചെയ്യാൻ പറയും. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറയാൻ പറ്റൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചെയ്യണം. അതെങ്ങനെ മോളെ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട നീയല്ലേ? ഇല്ല അതൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ആദിലയും നൂറയും പറയുന്നത്, ഇതാ കണ്ടില്ലേ പിന്നെയും ചങ്കരൻ തങ്ങി തന്നെ, ഇപ്പോഴും അവളുടെ കൂടെ നമ്മൾ നിൽക്കുന്നത് അവളുടെ ഫെയിമിന് വേണ്ടിയിട്ടാണെന്ന് അവൾ പറയുന്നത്. മാത്രമല്ല അനീഷിൻ്റെ കാര്യം രാവിലെ അനീഷ് ഐ ലവ് യു പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് വേറെ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മുടെ അടുത്ത് വന്നത്, അത് മനഃപൂർവ്വമല്ലേ, വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് വന്നതല്ലേ, ഇപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് വരത്തില്ല എന്ന് ആദിലയും നൂറയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സോ ഇവിടെ അക്സെപ്റ്റൻസ് ആണ് ഇല്ലാത്തത്. ഞാനത് പറഞ്ഞ പോലെ നമുക്ക് ആ വീട് മുഴുവൻ ജോലി ചെയ്യാൻ പറ്റും, എല്ലാ കാര്യം. ഇപ്പോൾ അവിടെ കിടക്കുന്ന പാത്രങ്ങൾ 10 പാത്രമല്ലേ ഉള്ളൂ, എന്നും ഞാൻ 10-50 പാത്രം വെച്ച് ഞാൻ കഴുകുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ കഴുകുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് 3 മണിക്കോ 4 മണിക്കോ ഞാൻ കിടന്ന് ഉറങ്ങണത്. എനിക്ക് വേണമെങ്കിൽ ഇതേ പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് ഞാൻ വീട്ടിലെ പാത്രങ്ങളൊക്കെ കഴിയുകയാണെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ പറ്റും. അവിടെ എനിക്ക് 4 പാത്രം കഴിയാൻ മതി, ബാക്കി 4 പാത്രം ബാക്കിയുള്ളൊരു കഴിവും, അത് കഴിഞ്ഞ് 5 പാത്രം ബാക്കിയുള്ളൊരു കഴിവും, അത്രയേ ഉള്ളൂ. അനുവിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കിച്ചണാണ്. അത് ഒഴിച്ചിട്ടുള്ളൊരു കണ്ടന്റ് അനുവിനില്ല. പിന്നെ ബാക്കി മറ്റേ പുതപ്പും മറ്റേ മാറ്റേഴ്സ് അവിടെ നോക്കി ഇവിടെ നോക്കി അങ്ങനെ നോക്കി തൊട്ട് പിടിച്ച് വുമൺ ഗാർഡ്, ഇതൊക്കെയാണ് അനുവിൻ്റെ കണ്ടൻസ്. ഈ കണ്ടൻസിനകത്ത് ഒരു ഈ അക്സെപ്റ്റൻസും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അനുവിനെ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. മനസ്സിലാക്കുക, അതായത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അനുവിനെ, ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് അനുവിൻ്റെ നെഗറ്റീവ്സ്, അനുവിൻ്റെ ഗെയിമിൻ്റെ ആ ഒരു പോസിറ്റീവ് രീതിയിൽ അനു അക്സെപ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ അനു അക്സെപ്റ്റ് ചെയ്യണം. അയ്യോ അത് നൂറ ഞാൻ ചെയ്തത് മിസ്റ്റേക്കാണ്, എടി സാരമില്ലടി, ഞാൻ നിൻ്റെ ക്യാപ്റ്റൻസിയിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് സോറി പറയാടി, നീ വിഷമിക്കേണ്ട, നീ എൻ്റെ സുഹൃത്തല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ അത് ഒരു നല്ല കാര്യമാണ്. മനസ്സിലായില്ല? അല്ലാണ്ട് അവിടെ കിടന്നുകൊണ്ട് പിന്നെ ഞാൻ മറ്റേ ടാപ്പിങ്ങിന് പോവും, ഞാൻ അതൊന്നും വിറക് വെട്ടും, ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അവിടെ അതൊരു ഗെയിമാണ്. ആ ഗെയിം പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെന്നറിയില്ല, ഞാൻ എല്ലാം ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ആ ഗെയിം പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അത് അനു അവിടെ ഗെയിം കളിക്കുന്നുണ്ട്, കളിക്കാതിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.